أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الساعة آتية أكاد أخفيها تجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى സദഖല്ലാഹുൽ അദീം. സൂറ ത്വാഹയിലെ 15-16 ആയത്തുകൾ. ഇന്ന സാഅത്ത, നിശ്ചയമായും അന്ത്യനാൾ. ആ സമയം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഉദ്ദേശ്യം അസാഅത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അന്ത്യസമയമാണ്. ആത്തിയത്തുൻ, വരുന്നതാകുന്നു. അക്കാദു ഉഖ്ഫീഹ, ഞാൻ അത് വെളിവാക്കാറായിരിക്കുന്നു എന്നുമാകാം, അല്ലെങ്കിൽ ഏറെക്കുറെ ഗോപ്യമാക്കുന്നു എന്നുമാകാം. വിശദീകരിക്കുമ്പോൾ പറയാൻ ബാക്കി. ലിതുജ്സ, പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടി. കുല്ലു നഫ്സിൻ, ഓരോ നഫ്സും. ബിമാ തസ്അ, അത് പ്രവർത്തിക്കുന്നതിനുള്ള. ഫലാ യസുദ്ദന്നക, അതിനാൽ നിന്നെ തടയാതിരിക്കട്ടെ. അൻഹ, അതിൽ നിന്ന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച്. മൻ ലാ യുഅ്മിനു ബിഹ, അതിൽ വിശ്വസിക്കാത്തവൻ. മൻ, ഒരുത്തൻ. ലാ യുഅ്മിനു, അവൻ വിശ്വസിക്കുന്നില്ല. ബിഹ, അതിൽ. വത്തബഅ ഹവാഹു, അവൻ ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. വത്തബഅ, അവൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ഹവാഹു, അവൻ്റെ ദേഹേച്ഛയെ. ഫതർദ, അപ്പോൾ, അഥവാ അവനെ പിൻപറ്റിയാൽ നീ നശിച്ചു പോകും. റദി എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. റദിയ. മൂസ അലൈഹി സ്വലാമിനോടുള്ള അള്ളാഹുവിൻ്റെ വർത്തമാനം തുടരുകയാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇതൊക്കെ ഈ വരികൾക്കിടയിൽ വരുന്നുണ്ട്. വനഖ്തർതുക എന്നത് ഫസ്തമഇലിമാ യൂഹ, അത് റിസാലത്താണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദുനി, അത് തൗഹീദാണ്. ഇനി അതിൽ ബാക്കിയുള്ളത് പരലോക വിശ്വാസമാണ്. മൂസ അലൈഹി സ്വലാമിനോട് പിന്നെ പറയുന്നതാണ് ഇന്ന സാഅത്ത ആതിയത്തുൻ, ആ സമയം വരുന്നതാണ്, അഥവാ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണവും, ലോകത്തെ സംബന്ധിച്ചിടത്തോളവും അവസാനവും. ഉദാഹരണമായി നമ്മൾ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒന്നും കാണാതെ, ബസ്സൊന്നും ഇല്ല നമ്മുടെ കാഴ്ചയിലും അറിവിലും ഒന്നും. പക്ഷേ നമുക്ക് വേണ്ടി പുറപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് കയറാനുള്ള ബസ് ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തിച്ചേരുമ്പോഴേ നമ്മളിങ്ങോട്ട് കാണുകയുള്ളൂ. പക്ഷേ ബസ്, അല്ലെങ്കിൽ ട്രെയിന്, വിമാനം ഒക്കെ അങ്ങനെ തന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും അടുത്തടുത്ത് വരികയാണ് എന്നതുപോലെ ഒരു വർത്തമാനമാണ് ഇന്ന സാഅത്ത ആതിയത്തുൻ, ലോകാവസാനം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അക്കാദു ഉഖ്ഫീഹ, അക്കാദു എന്ന് പറഞ്ഞാൽ ഉരീദു ഉഖ്ഫീഹ, ഞാനതിനെ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മറച്ചു വെക്കാറായിരിക്കുന്നു എന്നൊക്കെയാണ് നേരെ അർത്ഥം പറഞ്ഞാൽ കിട്ടുക. അഥവാ മറഞ്ഞാണ് ഇരിക്കുന്നത്, മറച്ചു വെക്കുകയല്ല, യഥാർത്ഥത്തിൽ മറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ അടുത്ത് അല്ലാത്തത് കൊണ്ട് കാണാതിരിക്കുകയാണ് എന്നാകാം മഅന. അങ്ങനെ മുഫസ്സിറുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട്. അപ്പോൾ മറച്ചു വെക്കുന്നത് എന്തിനാണെന്ന് പിന്നെ പറയുന്നുണ്ട്. ചില മുഫസ്സിറുകൾ ഈ ഉഖ്ഫീഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീത അർത്ഥത്തെ സൂചിപ്പിക്കുന്ന അറബി ശൈലി അനുസരിച്ച് വരുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കാദു ഉഖ്ഫീഹ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മറ നീക്കാറായിരിക്കുന്നു എന്നാണ്. മറല് എന്ന് പറഞ്ഞാൽ രോഗി, മറലും രോഗം, മരീല് രോഗി, മുമരില് രോഗമുണ്ടാക്കുന്ന ആൾ എന്നല്ല, രോഗം ചികിത്സിക്കുന്ന ആൾ, നഴ്സ് എന്നാണ് അർത്ഥം. എന്നതുപോലെ വരുന്ന വാക്കാണ്.
ഒഹ്ഫിഹ. അപ്പോൾ ഞാൻ അതിൻ്റെ മറ എന്ന് പറഞ്ഞാൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുന്നിടത്ത് എത്താനായിരിക്കുന്നു എന്നർത്ഥം. ലി തുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. അതെന്തിനുള്ളതാണ്? അങ്ങനെ ഒരു പരലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാ നഫ്സിനും അത് ചെയ്തതിനുള്ളത് കൊടുക്കാനാണ്. നഫ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ച വാക്കാണ്. ആത്മാവിന് റൂഹ് എന്നും ശരീരത്തിന് ജിസ്മ് ജസദ് എന്നൊക്കെ പറയും. രണ്ടും ഒന്നിച്ചുണ്ടാകുന്ന അവസ്ഥയാണ് നഫ്സ്. ദുനിയാവിൽ മനുഷ്യന് നഫ്സാണ്. മരണാനന്തരം പരലോകത്ത് വീണ്ടും ശരീരവും ആത്മാവും ഒന്നിച്ചാണ് ഉണ്ടാവുക. അങ്ങനെയാണ് നരകത്തിൽ കടത്തുക. അപ്പം അങ്ങനെ ഓരോ നഫ്സിനും അതിൻ്റെ പ്രതിഫലം വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന് പറഞ്ഞ പോലെ അണുമണിയോളം നന്മ ചെയ്താൽ അതും കാണും, തിന്മ ചെയ്താൽ അതും കാണും. അങ്ങനെ ഓരോ നഫ്സിനും അത് ചെയ്തതിനുള്ളത് കൊടുക്കാൻ. അങ്ങനെ പറയാൻ കാരണം ദുനിയാവിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള യഥാർത്ഥ ഫലമല്ല മിക്കപ്പോഴും അനുഭവിക്കുക. ഒരാളെ കൊന്നാൽ ഒരു തവണ കൊല്ലും, ഒരുപാട് ആളുകളെ കൊന്നവനെയും ഏറിപ്പോയാൽ ഒരു തവണ കൊല്ലും. ചിലപ്പോൾ അതും സംഭവിക്കാറില്ല. അങ്ങനെ അവൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമല്ല ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഒരുപാട് നന്മ ചെയ്ത ആളുകൾ നന്മയുടെ പ്രതിഫലം, നന്മയുടെ ഫലം അനുഭവിച്ചുകൊണ്ടല്ല മരിക്കാറുള്ളത് പലപ്പോഴും. ഇങ്ങനെ ഒരാൾക്കും അയാൾ ചെയ്തതിനുള്ള യഥാർത്ഥ പ്രതിഫലം ഇവിടെ കിട്ടുന്നില്ല. അത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ലോകം അവസാനിച്ച് വേറൊരു പരലോകം വേണം എന്നർത്ഥം. അതിനാണ് ഈ സായത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അത് വരുന്നത് അല്ലെങ്കിൽ അത് മറിഞ്ഞ് ചില ഫസറുകൾ അത് മറച്ചു വച്ചിരിക്കുന്നത് അതിങ്ങനെ കണ്ടാൽ പിന്നെ മനുഷ്യൻ അതിനനുസരിച്ചാണല്ലോ. അപ്പം കാണാതെ മറിഞ്ഞിരുന്നിട്ട് എന്താണോ പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടി എന്ന് ലി തുജ്സ എന്നതിൻ്റെ ലി ഏതുമായിട്ട് ബന്ധപ്പെടുത്തണം? ഒഫീഹ എന്നതുമായിട്ടാണെങ്കിൽ അതിനെ മറച്ചു വെക്കുന്നത് മനുഷ്യന് അങ്ങനെയൊന്നുണ്ട് എന്ന് നേരിട്ട് കാണാതെ മറിഞ്ഞ അവസ്ഥയിൽ ഗൈബിൽ അതിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് പ്രതിഫലം വാങ്ങാൻ, അല്ലെങ്കിൽ വിശ്വസിക്കാതെ പിന്നെ തിന്മ ചെയ്ത് അതിൻ്റെ ശിക്ഷ വാങ്ങാൻ. അല്ല ആത്തിയത്തുൻ എന്നാണെങ്കിൽ ആത്തിയത്തുൻ ലി തുജ്സ. അപ്പോൾ അത് വരുന്നത് എന്തിനാണ്? അത് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. ഇങ്ങനെ രണ്ടർത്ഥം പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെയാണ്. പരലോകം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയുള്ളതാണ് എന്ന് ചുരുക്കം. ഫല യസുദ്ദന്നക അൻഹ മല്ലാ യുമിനു ബിഹ. അതിൽ വിശ്വസിക്കാത്തവൻ താങ്കളെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. വിശ്വസിക്കാത്തവൻ തടയാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തിൽ വിശ്വസിക്കാത്തവൻ? ഭൂരിപക്ഷ മുഫസ്സിറുകളും അതിനെ മടക്കിയിട്ടുള്ളത് പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ എന്നാണ്. ചില മുഫസ്സിറുകൾ അതിൻ്റെ മുമ്പ് പറഞ്ഞ നമസ്കാരം. അപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ നമസ്കാരത്തിൽ നിന്ന് താങ്കളെ തടയാതിരിക്കട്ടെ എന്നുമാകാം. അതൊക്കെ ഒന്ന് തന്നെയാണല്ലോ. പരലോക വിശ്വാസി അല്ലാതിരുന്നാൽ പിന്നെ നമസ്കാരം മുടങ്ങും. അത് വ്യാഖ്യാനം അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക. അതുകൊണ്ട് മുമ്പുള്ളതിലേക്ക് മടക്കലാണ് എളുപ്പം. ഫലാ യസുദ്ദന്നക അൻഹ. താങ്കളെ പരലോകത്തിൽ വിശ്വസിക്കാത്തതിൽ നിന്ന് തടയാതിരിക്കട്ടെ ആര്? മല്ലാ യുമിനു ബിഹ. പരലോക നിഷേധി അതിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തടയാതിരിക്കട്ടെ. പരലോകത്തെ നിഷേധിക്കുക മാത്രമല്ല വത്തബ ഹവാഹു, അവൻ ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. നമസ്കാരത്തെക്കുറിച്ചും അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സലാത്ത വത്തബഉ ഷഹവാത്ത്. പിന്നീട് പിൻഗാമികൾ ഉണ്ടായി, അവർ നമസ്കാരം നഷ്ടപ്പെടുത്തി ദേഹേച്ഛകളെ പിൻപറ്റി. സൂറത്ത് മറിയമിലാണ് നമ്മളത് പഠിച്ചത്. അപ്പോൾ അങ്ങനെയാകാം. അല്ലെങ്കിൽ ദേഹേച്ഛയെ പിൻപറ്റിയിട്ട് പരലോകത്തെ വിശ്വസിക്കാതിരിക്കുകയും ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തവൻ പരലോകത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ നിന്ന് താങ്കളെ തടയാതിരിക്കട്ടെ എന്ന് നബിയായി നിയോഗിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അഥവാ ഇങ്ങനെ ഒരു പരലോകം വന്നുകൊണ്ടിരിക്കുകയാണ്, ലോകം അവസാനിക്കാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അനിവാര്യതയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ജീവിതത്തിൻ്റെ. മനുഷ്യൻ്റെ യഥാർത്ഥ പ്രതിഫലം കൊടുക്കണമെങ്കിൽ അത് വേണം. പക്ഷേ പരലോക വിശ്വാസം അംഗീകരിക്കാതിരിക്കുകയും എന്നിട്ട് തനിക്ക് തോന്നിയതുപോലെ നടക്കുകയും ചെയ്യുന്നവൻ അതില്ല എന്നൊക്കെ പറയും. അതൊന്നും അതിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് താങ്കൾക്ക് തടസ്സമാകാതിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? ഫതർദ, താങ്കൾ നശിച്ചു പോകും.
പരലോക നിഷേധം നാശത്തിന് കാരണമാകും. പരലോക വിശ്വാസി അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അതിൽ തങ്ങി നിന്നാൽ നശിച്ചു പോകുമെന്നർത്ഥം. ഇത് വളരെ ശ്രദ്ധേയമായൊരു വസ്തുത ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനോട് നുബുവത്ത് ഏൽപ്പിക്കുമ്പോൾ അള്ളാഹു താല പറയുന്ന വർത്തമാനമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത പുലർത്തുന്ന മക്കയിലെ മുശ്രിക്കുകൾക്കും ഉള്ള മെസ്സേജ് ഇത് തന്നെയാണ്. അഥവാ നിങ്ങളിപ്പോൾ നിഷേധിക്കുന്നതാണ് നിങ്ങൾ നബിയാണ് എന്ന് തത്വത്തിലെങ്കിലും അംഗീകരിച്ചു കൊടുക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താല പറഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതാണ്. നുബുവത്തും നിങ്ങൾ അംഗീകരിക്കണില്ല. പക്ഷേ നിങ്ങൾ നബിയാണെന്ന് അംഗീകരിക്കുന്ന മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താല പറഞ്ഞത് മുഹമ്മദ് നബി പറയുമ്പോൾ നിങ്ങൾ നിഷേധിക്കുന്ന കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളതും അത് തന്നെയാണ്. നിഷേധിക്കുന്ന പരലോകം, പക്ഷേ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിഷേധിച്ചത് കൊണ്ട് അത് വരാതിരിക്കുകയില്ല എന്നർത്ഥം. ആത്തിയത്വൻ എന്തിനാണ്? അതൊരു അനിവാര്യതയാണ്. അള്ളാഹുവിൻ്റെ ഈ പ്രോജക്റ്റ് ഉണ്ടല്ലോ, മനുഷ്യനെ ഭൂമിയിൽ ജീവിപ്പിച്ച് സ്വതന്ത്രനായി വിട്ട് എന്ത് വേണമെങ്കിലും മൂമിനാകാം കാഫിറാകാം. എന്നാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് അവൻ അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ടാകുക എന്നത് അനിവാര്യതയാണതിൽ. ആർക്കും ആലോചിച്ചാൽ അത് മനസ്സിലാകും. നമ്മളൊരു ഫാക്ടറി കണ്ടാൽ ചോദിക്കുക ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നാണ്. കാരണം അവിടുത്തെ യന്ത്രങ്ങളും സംവിധാനങ്ങളും എല്ലാം കൂടി കണ്ടാൽ ആർക്കും മനസ്സിലാകും ഇതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുമെന്നത്. ഒരു കഥ കേട്ടാൽ നമ്മൾ ചോദിക്കും എന്നിട്ട്, കഥയ്ക്കൊരു പര്യവസാനം ഉണ്ടാകും എന്നതുപോലെ മനുഷ്യനിങ്ങനെ ജീവിച്ചു, എന്നിട്ട് എന്നതിനൊരു ഉത്തരം വേണം, അനിവാര്യമാണത്. അത് മനുഷ്യൻ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. പക്ഷേ മനുഷ്യൻ ദേഹേച്ഛയുടെ പിന്നാലെ പോകുമ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല. അത്തരം വിഡ്ഢികൾ അവരുടെ ഗണിയിൽ മനുഷ്യർ വീഴാതിരിക്കണം. മക്ക മുശ്രിക്കുകളും മക്കയിലെ ജനങ്ങളും വീഴാതിരിക്കണം. മൂസ അലൈഹി സ്വലാമും വീഴാതിരിക്കണം. എല്ലാറ്റിനുമാണ് ഇത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് അവയൊക്കെ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.